പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവളെ തളച്ചിരിക്കുന്നത് ഈ കുപ്പീന്റെ ഉള്ളിലാ. ഒരിക്കലും ഇതാരും തുറക്കാൻ ശ്രമിക്കരുത്. ഇത് ഞാൻ ആ മുറിയിലിട്ട് പൂജിച്ച് പൂട്ടി വെക്കും. ഇല്ല സ്വാമി, ഞങ്ങളായിട്ട് ആരും ഇത് പോയി തുറക്കില്ല. അഥവാ തുറന്നാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവളെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇല്ല സ്വാമി, സ്വാമി ധൈര്യമായി അതോടെ കൊണ്ടുപോയി വെച്ചോ. ഇവിടെ ആരും തൊടില്ല. ഇനി ഒരിക്കലും നിനക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഇനിയുള്ള ജീവിതം നിന്റെ ഇതിനുള്ളിലാ. നിന്റെ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. അതും കൂടെ ഞാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ റൂമിൽ ആരെയും കയറുകയോ ആ കുപ്പി പൊട്ടിക്കുകയോ ചെയ്താൽ പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവളെ തടയാൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല. ഇല്ല സ്വാമി, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. സ്വാമി ഇത് വാങ്ങിക്കണം. ഞാൻ ചെയ്ത ജോലിയുടെ കാശ് ഞാൻ എവിടെയാണെങ്കിലും വാങ്ങും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. പറഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ശരി സ്വാമി, ശരി, പറഞ്ഞതുപോലെ ചെയ്തോളാം. നീ എന്തിനാണ് കിടന്നു പോകുന്നേ? എന്താ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിനാണോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. അങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കും. അത് വിചാരിച്ച് നീ ഓരോന്ന് പറഞ്ഞ കുട്ടികളെ കൂടെ വിഷമിച്ചോ? നിന്നെ അയ്യോ അയ്യോ, അതടി സ്വാമീന്റെ മുന്നിന്ന്. അത് പറ്റിപ്പോയടി, നീ എന്നോട് ക്ഷമിക്കണം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോടി. അത് പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട്. കുറച്ചു നേരങ്ങൾ ഇവളെ ഭരിക്കാൻ പറ്റി. അതന്നെ എന്തോ എന്റെ ഭാഗ്യം. ആ കുരിശ് ഒഴിഞ്ഞു പോയല്ലോ. ഇനി ഈ കുരിശിനെ സഹിച്ചാ മതി. പോവാന്ന് പറയായിരുന്നടി, ഇതാ പോയി. ഭക്ഷണം വന്ന് കഴിക്കാം. എന്റെ ആശാനി, നിങ്ങളൊന്ന് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. കഴിഞ്ഞടാ ഒരു ബോക്സ് പപ്പടം എടുത്തതാ. എന്നാ നാളെ ചോറിന് കൂടെ ഇതായല്ലോ. എന്റെ ആശാനെ, ആശ പിക്നിക്കിന് വരുന്നോ അല്ല കക്കാൻ വരുന്നോ? കഴിഞ്ഞു വാ പോവാ. ദേ നോക്ക്, സമയം 1 മണി കഴിഞ്ഞു. ഇതാ നമ്മുടെ കൃത്യസമയം. വേഗം വാ. വണ്ടി കയറ്. അല്ല ശനെ, ഏത് വീട്ടിലെ കയറുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തലയിക്കുമ്പോഴേ വാലാടണ്ട. എനിക്കറിയാം ഇവിടെ കയറേണ്ടത്. എന്നാലും ആശ പറ, എവിടെ നമ്മൾ കയറാൻ പോന്നേ? എടാ, മറ്റേ വയലിന്റെ അപ്പുറത്ത് ഒരു വീട് കണ്ടില്ലേ നീ? ആ സൈഡ് ഭാഗത്ത് അവിടത്തേക്കാ. നമ്മുടെ വീടിന്റെ അപ്പുറത്ത്. അവിടെ അല്ലേ പ്രേതണ്ട് ഭൂതണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നേ. നാട്ടുകാർ തെണ്ടികളെ അങ്ങനെ പലതും പറയും. നീ അത് നോക്കാൻ നിൽക്കണം. നമ്മളിന്ന് അവിടെ കയറുന്നു. അവിടെ കയറി എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അതിന്റെ മനസ്സ് പറയുന്നു. അവിടെ കയറിയ പ്രേതത്തിന്റെ കഴിയിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. കരുനാക്ക് വിളിച്ച് ഓരോന്ന് പറയാതെടാ. നേരെ നോക്കി വണ്ടി ഓടിക്കി. നീ എന്താ കിടക്കുന്നില്ലേ? എന്തിന്? ദേ നോക്ക്, നീയല്ലേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊരു മനുഷ്യ ശരീരമല്ല, ആത്മാവാ. അവളെ നമ്മളങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. നീ അതൊക്കെ മറന്നേക്ക്. എന്റെ ചന്ദ്രമുഖി, നീ കാര്യങ്ങൾ മനസ്സിലാക്ക. അവളൊരു ആത്മാവാ, ഒരു മനുഷ്യ സ്ത്രീയല്ല. നീ ഇങ്ങനെ കളിച്ചാ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താവും? എല്ലാം ശരിയാവും. 2 ദിവസം കഴിഞ്ഞോട്ടെ. വീട് ശരി, കാണുമ്പോ തന്നെ പേടിയാവും. നമുക്ക് അങ്ങോട്ട് പോണം.
ഇല്ലാതെ വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റിയിടാ. ആ ശരി ആശാനെ. എടാ പൊട്ട, നീ അവിടെ എന്തെടുക്കൊന്ന് വന്നോ? ആ ആശാൻ ഇതേ വേഗം ചാക്കെടുക്കട്ടെ. കാണുമ്പോ തന്നെ അറിയാം അസല് പ്രേതാല്. എന്തിനാശാൻ എന്റെ തലക്കിട്ട് പഠിച്ചേ? സംസാരിച്ചൊക്കെ സമയം നീ ഒന്ന് വാ. ഡാ ഈ മതിൽ ഞാൻ കയറി നോക്കി, അതുപോലെ കേൾക്കോ. ആ ശരി ആശാനെ. ആശാനെ സൂക്ഷിച്ച്. എടാ പൊട്ട, അവിടെ എന്ത് നോക്കി ഇങ്ങോട്ട് വാടാ. ആ വരുന്ന ആശാനെ. എന്ത് ശബ്ദം? നീ ഒന്ന് കിടന്നുറങ്ങിയേ. ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിന്നിട്ടാ. നീ ഇങ്ങോട്ട് വന്നേ. ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുക. വാ കിടക്ക. നീ വരുന്നുണ്ടോ കിടക്കാൻ? അതേടി, അതൊക്കെ നിന്റെ വെറും തോന്നല. വാ കിടക്ക. എന്നെ കാണുമ്പോ തന്നെ ഇവിടെ പേടിയാവുന്നു. എന്ത് പേടിക്കാനുള്ള നടക്കുന്നുണ്ട്. ആ ശരി ശരി. ആശാനെ വന്നു, ഇവിടെ ആരുമില്ല. എന്റെ പോയി നോക്കി നിൽക്കുന്നത് നടക്കട. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. ഞാൻ എന്റെ മുതലാളി പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി. അല്ല, ഞാൻ ഈ വഴിക്ക് വരുമല്ലായിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. മുതലാളിയായിരുന്നു. ഓ, ഞാൻ ആകെ പേടിച്ചു. മുതലാളി നടക്ക്. നീ എന്റെ അടുത്ത് വാങ്ങാതെ പരമാവധി നടന്നു. ആശാനെ, ഒരു പെണ്ണി പിക്കോട്ടേക്ക് പോയി. പെണ്ണോ നീന്ന് പറയുന്നേ? അതാശാനെ ഞാൻ കണ്ടതാ. നല്ല ഉറക്കത്തിൽ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. അവള് സ്വർണ്ണം വെച്ച് റൂമിലേക്ക് ആയിരിക്കും നടക്കുന്നത്. വാ നമുക്ക് അവളുടെ പേക്ക് തന്നെ പോവാം. ആ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങും ആശാനെ. ഞാൻ നടക്ക. എന്റെ ദൈവമേ, ആ മുറിയിൽ മുഴുവൻ രത്നവും സ്വർണ്ണം ആയിരിക്കണേ. രക്ഷിക്കണേ.